She was born in Chennai and she did her initial schooling in Kerala. And after that, she migrated to Chennai and did her graduation in civil engineering from M.N.M. Jain College of Engineering. And she secured university rank in the same. And I wish to say something unique about Ms. Ammu Jayaraj, that she belongs to a family of civil servants. She represents the third generation of the family of civil servants. Her grandfather worked in audit and account service. Her mother is in Indian Railway Service. And now, in 2020, Ms. Ammu Jayaraj became she secured 141st rank in the All India Civil Services examination. So on behalf of all the members of Civil Service Club, I extend a warm welcome to you, Ms. Ammu Jayaraj. Welcome. And now we know Sri Jobinas Kottaram is the moderator of today's session. He is the managing director of Absolute IAS Academy. His acquaintance with ST College began in 2017. He, along with his academy, has been rendering the service for the past 3 years. And I forgot to mention one thing. Ms. Ammu Jayaraj was a faculty member of Absolute IAS Academy. On behalf of all the members of Civil Service Club, I welcome you, Jobin sir, to this session. Thank you, madam. Thank you so much. Okay, fine. There is no need of a formal welcome to my dear colleague, Dr. Krishnan M. He is the Assistant Professor of Commerce and is the coordinator of Career Guidance and Placement Cell. Krishnan sir, along with his technical team members, have been with me in organizing this. So just for the sake of cordiality, I welcome you, sir, to this program. Thank you. I welcome the participants from various colleges and my own SDCNs for whom we are striving hard. So make use of this session and let it be a fruitful one for you all. So once again, welcoming you all. Thank you. So Jobin sir, handing over to you. Thank you, madam. Welcome, Ammu Jayaraj madam, to this session. This is one of the most prestigious institutions in Central Travancore. ST കോളേജ് വളരെ പാരമ്പര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളാണ്, സമൃദ്ധരായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് മേഡവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ചീഫ് ഗസ്റ്റിനെ തന്നെയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. മേഡത്തിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ചാറ്റ് ബോക്സിൽ ഇടുകയാണ് എങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾ മേഡത്തോട് ചോദിക്കാം. ദിസ് ഇസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. കാരണം നമുക്കറിയാം മേഡം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു അധ്യാപിക എന്നുള്ള രീതിയിലും, സിവിൽ സർവീസ് അധ്യാപിക എന്നുള്ള രീതിയിലും, ഒപ്പം സിവിൽ സർവന്റ് എന്നുള്ള രീതിയിലും ശ്രദ്ധേയമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംശയങ്ങൾ മേഡത്തോട് ചോദിക്കാൻ മടിക്കരുത്. മേഡത്തിന്റെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്, മസൂറിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. മേഡം ഏറ്റവും ടോപ്പ് സർവീസിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ റവന്യൂ സർവീസിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കൊക്കെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ കുട്ടികളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മേഡം ഒരു ഇനിഷ്യൽ ഇന്ററാക്ഷൻ കഴിയുമ്പോഴേക്കും, ഇനിഷ്യൽ സ്പീച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മേഡത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. ഓവർ ടു യു മാഡം. താങ്ക് യു സർ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യം തന്നെ ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ്. എന്റെ മലയാളം അത്രയ്ക്ക് നല്ലതല്ല, എങ്കിൽ കൂടി എന്റെ ഒരു ഫാമിലി റിലേറ്റീവ്സുമായിട്ട് സംസാരിക്കുന്നത് പോലെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് മലയാളമായിരിക്കും കുറച്ചും കൂടി അനുയോജ്യം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോറി. ഓക്കെ. ഞാൻ SD കോളേജിൽ
ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ SD കോളേജിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം എസ്പെഷ്യലി അതിന്റെ സിവിൽ സർവീസസ് ക്ലബ് എന്ന ഈ ഒരു ഇനീഷ്യേറ്റീവും പ്ലേസ്മെന്റ് സെല്ലിലെ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്. ആൻഡ് താങ്ക് യു ജോബിൻ സർ ഓൾസോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ആൻഡ് I could see ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്, മോർ ദാൻ 75 പാർട്ടിസിപ്പൻസ് ആണ് ഞാൻ കാണുന്നത്. സോ അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലാണ് എൻ്റെ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് വലിയൊരു അവയർനെസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല സിവിൽ സർവീസസിനെ കുറിച്ച്. മാഡം പറഞ്ഞായിരുന്നു എൻ്റെ മുത്തശ്ശനും പിന്നെ അമ്മയും സിവിൽ സർവൻസ് ആണെന്ന് മാം മെൻഷൻ ചെയ്തായിരുന്നു. എന്നാൽ പോലും എനിക്ക് എങ്ങനെയാണ് സിവിൽ സർവീസസ് എന്ന ഒരു എക്സാം എഴുതേണ്ടത്, അതിന്റെ എന്തൊക്കെയാണ് സിലബസ്, ഇതിനെ കുറിച്ചൊന്നും വലിയൊരു അറിവ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈമിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു സിവിൽ സർവീസസിനോട്. കാരണം എൻ്റെ അമ്മ സിവിൽ സർവന്റ് ആയിരുന്നു, സോ റെയിൽവേ അക്കൗണ്ട് സർവീസിലായിരുന്നു. സോ ഭയങ്കര ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വർക്ക് പ്രൊഫൈൽ ആയിരുന്നു, ഭയങ്കര ഹെക്ടിക് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പോ ഫാമിലിക്ക് അത്രയ്ക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ളപ്പോ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അയ്യോ ഇതെന്താ ഇങ്ങനെ, സിവിൽ സർവീസസ് അത്ര ഒരു ശരിയായ ഏർപ്പാടല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറ്റം സംഭവിച്ചത് എൻ്റെ ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞു വരുന്ന സമയത്താണ്. ആ സമയത്താണ് സത്യം പറഞ്ഞ സിവിൽ സർവീസസിന്റെ ആ ഒരു വാല്യൂ ഞാൻ അറിയുന്നത്. ഏകദേശം ഒരു എൻ്റെ അമ്മയെ കാണാൻ പലരും വരാറുണ്ട്, പലരും നല്ല കാര്യങ്ങൾ അമ്മയെ കുറിച്ച് പറയാറുണ്ട്. യു ആർ ലക്കി ടു ബി ഹെർ ഡോട്ടർ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു എൻ്റെ അമ്മയെ കുറിച്ച്. സോ അങ്ങനെയാണ് ഞാൻ കരുതിയത്, ഓക്കെ ഞാനും ഈ ഒരു പാത തുടരണം, എനിക്കും സിവിൽ സർവീസസിലേക്ക് വരണം എന്ന ഒരു ആഗ്രഹം അങ്ങനെയാണ് എനിക്ക് വന്നു തുടങ്ങിയത്. അത് കോളേജ് ടൈമിലായിരുന്നു. പിന്നെ അങ്ങനെ കോളേജിന് ശേഷമാണ്, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സിവിൽ സർവീസസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ആൻഡ് പ്രിപ്പറേഷന്റെ ജേർണി ചോദിക്കുകയാണെങ്കിൽ അത് വലിയൊരു ലോങ് ജേർണി ആയിരുന്നു. ലൈക്ക് ഒരു 2014 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എത്ര വർഷമായി? 6 വർഷമായി. 2020 അല്ലെങ്കിൽ 2019 ഞാൻ ക്ലിയർ ചെയ്യുന്നത് എൻ്റെ എക്സാം. ഇതൊരു വലിയ ജേർണി ആയിരുന്നു. പക്ഷെ ഒരുപാട് എക്സ്പീരിയൻസസ്, ഒരുപാട് നല്ല ടീച്ചേഴ്സ്, ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു. എനിക്കങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. കുറെ ഫെയിലിയേഴ്സ് ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാനൊരു അബവ് ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എപ്പോഴും ടാർഗറ്റ് ഓറിയന്റഡ് ആയി പഠിച്ച് എല്ലാ എക്സാംസും ക്ലിയർ ചെയ്ത് വരുന്ന ഒരു കുട്ടിയായിരുന്നു. സോ പെട്ടെന്നുള്ള ഈ ഒരു സിവിൽ സർവീസസിൽ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് മൈ എക്സാംസ് എനിക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വന്നു, എസ്പെഷ്യലി എൻ്റെ മെയിൻസ് എക്സാമിന്. ഐ ഹോപ്പ് നിങ്ങൾക്ക് 3 സ്റ്റേജസിനെ കുറിച്ച് അറിയാമായിരിക്കും. പ്രിലിംസിൽ സിവിൽ സർവീസസ് എക്സാമിന് 3 സ്റ്റേജസ് ആണുള്ളത്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പിന്നെ ഇന്റർവ്യൂ. പ്രിലിംസ് ഞാൻ മിക്കവാറും ക്ലിയർ ചെയ്തു. മെയിൻസിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. സോ അങ്ങനെ ഞാൻ ഒരുപാട് ഫെയിലിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്തു. എന്നാൽ പോലും എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് സിവിൽ സർവീസസ് ക്ലിയർ ചെയ്യുക എന്നത് മാത്രമായിരുന്നു. അതിന് എൻ്റെ പേരൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. കാരണം അവർക്ക് മനസ്സിലായി എൻ്റെ എയിം എന്ന് പറയുന്നത് വളരെ ജെന്യുവിൻ ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് പേരൻസിൽ നിന്ന് കിട്ടി. അങ്ങനെ മറ്റ് ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ്, എന്താ ഇത് വിട്ടുകൂടെ, ഇനിയും ക്ലിയർ ആയില്ലേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പക്ഷെ അതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഞാൻ ക്ലിയർ ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് ആദ്യം എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തത്. സോ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദീസ് പീപ്പിൾ അറ്റ് ഓൾ. റെസ്പെക്ടോടെ തന്നെ പറയാ, ഇല്ല എനിക്കിതാണ് ആഗ്രഹം, ഞാൻ സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്,
ഞാൻ അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ധൈര്യത്തോടെ പറയാം. ആൻഡ് ഗോ ഫോർവേഡ്, ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. പിന്നെ ക്ലിയർ ചെയ്യാന്നുള്ളത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അത് കണ്ടുപിടിച്ച് അതിന് വേണ്ട രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി സിവിൽ സർവീസസ് ആർക്ക് വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന മാത്രമാണ്. അതിന് വലിയൊരു ഇന്റലിജൻസും ബ്രില്യൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു അബവ് ആവറേജ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു. എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സിവിൽ സർവീസസ് ക്രാക്ക് ചെയ്യാം. പിന്നെ ഒരു അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. സോ ഇത്രയും സ്റ്റുഡൻസിന് സിവിൽ സർവീസസിലോട്ട് വരാൻ ആഗ്രഹമുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ എന്നോട് ചോദിക്കാം. ഞാൻ പറയാം. പല സ്റ്റേജസിനെ കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു അമ്മ മാഡം. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ മുൻപൊക്കെ ഇന്നലെ ഒരു IFS ഓഫീസർ നമ്മളുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ മാഡം പറയുന്നത് അവരുടെ ഒന്നും കോളേജ് കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു റിയൽ സിവിൽ സർവന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള, അത് ഏറ്റവും പുതിയ വർഷം ഏറ്റവും അടുത്ത് തന്നെ ക്രാക്ക് ചെയ്തിട്ടുള്ള 3ാമത്തെ ജനറേഷൻ സിവിൽ സർവൻസിൽ ഒരാളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അതൊന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് അമൃത ഗീത ചോദിച്ചിരിക്കുന്നു, എന്താണ് മാഡത്തിന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ്? ഓപ്ഷണൽ സബ്ജക്റ്റ് അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ത് എന്നാണ് മാഡത്തോടുള്ള ഒരു ചോദ്യം. ഓക്കെ, അമൃതയും ശിവപ്രിയയാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ ഓപ്ഷണൽ സബ്ജക്ട് ജോഗ്രഫി ആയിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോ സിവിൽ സർവീസസിന്റെ പ്രിപ്പറേഷനും ചെന്നൈയിൽ തന്നെയായിരുന്നു. സോ ആ സമയത്ത് എഞ്ചിനീയറിംഗ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിന് വലിയ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു മെറ്റീരിയൽ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഒരു നല്ല മെന്ററിനെ എനിക്ക് കിട്ടിയില്ല ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ജോഗ്രഫി ഓപ്ഷണൽ സെലക്ട് ചെയ്തത്. ബിക്കോസ് ഇവിടെ തന്നെ ചെന്നൈയിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽ ജോഗ്രഫി ഞാൻ ജസ്റ്റ് സിലബസ് നോക്കിയായിരുന്നു, അനലൈസ് ചെയ്തു. അപ്പോൾ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആയിരുന്നു. ജോഗ്രഫിക്ക് വേണ്ട എല്ലാ മെറ്റീരിയലും ചെന്നൈയിൽ തന്നെ എനിക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ ജോഗ്രഫി എനിക്ക് ജനറൽ സ്റ്റഡീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് പ്രിലിംസിനും പിന്നെ മെയിൻസിന്റെ GS1 പേപ്പർ രണ്ടിനും നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു. നല്ലൊരു വെയിറ്റേജ് ജോഗ്രഫിക്കുണ്ട്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് വളരെ സിമിലർ ആണ് ജോഗ്രഫി. അതുകൊണ്ടാണ് ഞാൻ ജോഗ്രഫി ഓപ്ഷണൽ എടുത്തത്. ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ശങ്കർ അക്കാഡമിയിലാണ് ഞാൻ കോച്ചിങ്ങിന് പോയത് ചെന്നൈയില് ജോഗ്രഫിക്ക് വേണ്ടിയിട്ട്. അടുത്ത മറ്റൊരു ചോദ്യം. താങ്ക് യു മാഡം. മാഡം ജോഗ്രഫി എടുത്തതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ധാരാളം ആളുകൾ എടുക്കുന്ന ഒരു നല്ല ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് ജോഗ്രഫി. അടുത്തത് ഐശ്വര്യയുടെ ചോദ്യം. മാം, ക്യാൻ യു വാക്ക് us through the complete journey and the exams? How to crack preliminary? അതൊരു വലിയ ചോദ്യമാണ്. എങ്കിൽ പോലും how you got courage? What exactly should we study? എന്നുള്ള ഒരു ചോദ്യമാണ് ഐശ്വര്യ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രിലിംസിന്റെ കാര്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് NCERT ആണ്. ലൈക്ക് ബേസിക്സ് ആയിട്ട് ഞാൻ 11th 12th NCERTs ആണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. ആസ് ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് പോളിറ്റിയും എക്കണോമിക്സും ഒക്കെ ഭയങ്കര ഒരു എനിക്ക് അറിയാത്ത സബ്ജക്ട്സ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്ട്സ് ആയിരിക്കാം മോസ്റ്റ് ഓഫ് യു, അല്ലെ? അറിയുന്ന സബ്ജക്ട് ആയിരിക്കാം, ഫെമിലിയർ ആയിരിക്കും. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് NCERT വെച്ചിട്ടാണ്. അപ്പോ കുറെ സബ്ജക്ട്സ് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ സിലബസ് നോക്കുക പ്രിലിംസിന്റെ. യു ഹാവ് ലോട്ട് ഓഫ് സബ്ജക്ട്സ് അണ്ടർ പ്രിലിംസ്. ലൈക്ക് പോളിറ്റി ഉണ്ട്, പിന്നെ എക്കണോമിക്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക് ഉണ്ട്, പിന്നെ എൻവയൺമെന്റ് ഉണ്ട്.
ഹിസ്റ്ററി ഉണ്ട്. സോ അങ്ങനെ ഓരോ സബ്ജക്ട്സിന്റെയും ബേസിക് ആയിട്ടുള്ള NCERTs ആദ്യം നോക്കുക, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, അതിനുശേഷം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് നോക്കുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പോളിറ്റിയുടെ ആണെങ്കിൽ ലക്ഷ്മികാന്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അതേപോലെ എൻവയൺമെന്റിന്റെ ആണെങ്കിൽ ശങ്കർ അക്കാഡമിയുടെ ഒരു ബുക്കുണ്ട്, അതാണ് സാധാരണ റെഫർ ചെയ്യാറുള്ളത്. ഇപ്പൊ പല ബുക്സും ഉണ്ട് എൻവയൺമെന്റ് ബേസിസ് ആയിട്ട്. പിന്നെ അങ്ങനെ ഓരോന്നും മോഡേൺ ഇന്ത്യ ആണെങ്കിൽ സ്പെക്ട്രം ബുക്ക് ഉണ്ട്. സോ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് NCERT വായിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് കടക്കാം. ഇതിനുശേഷം കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സ് ബേസിസ് ആയിട്ട് ചോദിക്കും. സോ അതിന് നമ്മൾ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി എഡിറ്റോറിയൽ അനാലിസിസും നാഷണൽ ന്യൂസ് എന്നുള്ള ആ 2 സെക്ഷൻസും ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇൻഫർമേഷൻ ലൈക്ക് ഡെയിലി ന്യൂസ് അനാലിസിസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് പോവാം. ആൻഡ് അത് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി അനലൈസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ടും ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്ത് നോക്കി അതിനുശേഷം ഒരുപാട് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഈ ഒരു പ്രാക്ടീസ് ആണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ആക്കുക. പ്രിലിംസ് നമ്മൾ ഒരുപാട് മോക്സ് ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു മാഡം. മാഡം വളരെ വിശദമായിട്ട് തന്നെ ആ മറുപടി പറയുകയുണ്ടായി. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് എങ്കിലും ഇതിലൊരു ചോദ്യം, അതെ ധാരാളം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യം ഇന്റർവ്യൂവിനും മാഡത്തോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ 2 പേര്, ഗായത്രിയും ചോദിക്കുന്നു, അഖില അലോഷ്യസും ചോദിച്ചിരിക്കുന്നു, ഇന്റർവ്യൂവിലെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ? ഇന്റർവ്യൂ എന്റെ ഇത് 5ാമത്തെ മെയിൻസ് കഴിഞ്ഞ് ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു. ആദ്യത്തെയും അവസാനത്തെയും ഇന്റർവ്യൂ ആയിരുന്നു. സോ ഒരുപാട് ഭയന്നിട്ടാണ് ഞാൻ പോയത്. കാരണം അറിയില്ല, ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള പല ചിന്തകളും എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപാട് ഭയന്ന് തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാനലാണ് എനിക്ക് ഇന്റർവ്യൂവിന് വേണ്ടി കിട്ടിയത്. മനോജ് സോണി സാറിന്റെ പാനലാണ് എനിക്ക് കിട്ടിയത്. സോ പെട്ടെന്ന് തന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യണം, പുറത്ത് വെയിറ്റ് ചെയ്യണം. ഒരു ഗ്രീൻ സിഗ്നൽ വരും, അതായത് നമ്മുടെ മുമ്പ് പോയ ആള് തിരിച്ച് വന്നതിന് ശേഷം ഇന്റർവ്യൂ പാനൽ അദ്ദേഹത്തെ കുറിച്ച്, ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു 5-6 മിനിറ്റ് എടുക്കും. അതിനുശേഷം ഒരു ഗ്രീൻ സിഗ്നൽ വരും, അപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഗ്രീൻ സിഗ്നൽ വന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി, ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. എന്ത് ചെയ്യാ, ഒരു ഐഡിയ ഇല്ല. പിന്നെ എങ്ങനെയോ ഞാൻ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്ന ഉടനെ കണ്ടത് ആദ്യം ഒരു ചെയർമാൻ, നമ്മൾ സാധാരണ ടേബിൾ ചെയർ ഉണ്ട്. അതല്ലാതെ എന്റെ മറ്റു സൈഡില് 5 പേരാണ് ഇരുന്നിരുന്നത്. ഒരു ചെയർമാൻ ഉണ്ട്, ചെയർമാൻ നടുവിലിരിക്കും. ചെയർമാന്റെ റൈറ്റ് സൈഡില് 2 മെമ്പേഴ്സ് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡില് വേറെ 2 മെമ്പേഴ്സ് ഉണ്ടാവും. സോ അവര് ആദ്യം തന്നെ എന്നെ കണ്ട ഉടനെ ഹായ് അമ്മു എന്ന് പറഞ്ഞു. ഞാനും ഗ്രീറ്റ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്ക് ആഫ്റ്റർനൂൺ ആയിരുന്നു, 3 o'clock സംതിങ് ആയിരുന്നു. ഞാൻ ഗ്രീറ്റ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഗുഡ് ആഫ്റ്റർനൂൺ മാം എന്ന് പറഞ്ഞു. 2 ലേഡി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ലേഡി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. ഇരുന്നതിന് ശേഷം ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് അമ്മു എന്ന പേരിന്റെ അർത്ഥം എന്താണ്, കുറച്ച് യുണീക്ക് ആയിട്ടുള്ള പേരാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് പേരിന്റെ അർത്ഥം ഹാപ്പിനെസ് ആണ്. പിന്നെ എന്റെ ഗ്രാൻഡ് മദറിന്റെ പേര് അമ്മു എന്നായിരുന്നു, ആ ഒരു റിമെമ്പറൻസിന് ഇട്ടതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു കൂളിംഗ് പീരീഡ് ആയിരുന്നു. ഒരുപാട് തമാശകളൊക്കെ ക്രാക്ക് ചെയ്തു. അമ്മു ഭയങ്കര സ്വീറ്റ് നെയിം ആണ്, തമിഴൊക്കെ അറിയോ, മലയാളി ആണെങ്കിൽ പോലും തമിഴ് അറിയോ എന്നൊക്കെ ചോദിച്ചു. കുറെ കാലമായിട്ട് തമിഴ്നാട്ടിലല്ലേ, അതുകൊണ്ട് അറിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞു. അതിനുശേഷം
അദ്ദേഹം എന്റെ ഹോബീസിനെ കുറിച്ച് ചോദിച്ചു. ചെയർമാൻ തന്നെ ഹോബീസിനെ കുറിച്ച് ചോദിച്ചു. എന്റെ ഒരു ഹോബി സിംഗിങ് ആയിരുന്നു. വേറൊരു ഹോബി കുക്കിംഗ് ട്രഡീഷണൽ റെസിപ്പീസ്, അതായത് നമ്മുടെ പഴയ റെസിപ്പീസ് ഒക്കെ കുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ നെക്സ്റ്റ് ഹോബി. അപ്പൊ അതിനെക്കുറിച്ച് സാറ് ചോദിച്ചത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വഴിയുണ്ടോ ഈ കുക്കിംഗ് ട്രഡീഷണൽ റെസിപ്പീസ്, എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ആദ്യം സംഘടിപ്പിക്കും, അവരുടെ അവരുമായിട്ട് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ടപ്പ് നടത്തേണ്ടതെന്ന് പ്ലാൻ ചെയ്യും. പിന്നെ എന്റെ റെസിപ്പീസ് ഒക്കെ ഞാൻ ഒരു ബ്ലോഗിലോ അങ്ങനെ എന്തെങ്കിലും ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയിലൂടെയോ ഷെയർ ചെയ്ത് കുറച്ചും കൂടെ അതിന്റെ ഇൻപുട്സ് ഒക്കെ വാങ്ങി, പിന്നെ ഫൈനാൻഷ്യൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ നോക്കും. ഇപ്പൊ ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും സ്കീംസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഞാൻ അന്വേഷിക്കും. സോ അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്ട്സിലും ഞാൻ പറഞ്ഞു. ലൈക്ക് റെസിപ്പീസിന്റെ കാര്യമാണെങ്കിലും എങ്ങനെയൊക്കെയാണ് ഫൈനാൻഷ്യലി എനിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുക, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും ഞാൻ കവർ ചെയ്തു. അതിനുശേഷം പിന്നെ സാറ് വേറൊരു സാറാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, വേറൊരു മെമ്പർ. അപ്പൊ മെമ്പർ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇത്ര കാലം എടുത്തത് സിവിൽ സർവീസസ് ക്ലിയർ, ഐ മീൻ യു ആർ ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം, ഇതൊരു 4th അറ്റംപ്റ്റ് 4 years ആയിട്ട് എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ അതെനിക്കൊരു ഭയങ്കര ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താ പറയാ അല്ലെ, ലൈക്ക് ഐ വാസ് ജസ്റ്റ് പ്രിപ്പയറിങ്. അപ്പൊ ഞാൻ ആ സത്യം തന്നെ പറഞ്ഞു, ഞാൻ ഒന്നും ബ്ലഫ് ചെയ്തില്ല. ഇത് എന്റെ 5th അറ്റംപ്റ്റ് ആണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഞാൻ പ്രിപ്പയർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. വേറൊന്നും വർക്കിനൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു NGOയിൽ വർക്ക് ചെയ്തിരുന്നു കുറച്ചു കാലം. വർക്കല്ല, ഐ വാസ് എ വോളണ്ടിയർ മെമ്പർ. അപ്പൊ ആ NGOനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് മറ്റേ മെമ്പർ ചോദിച്ചു. നെക്സ്റ്റ് മെമ്പർ 3 ചോദിച്ചു, ലൈക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കാണ് ചെയ്തത്. പിന്നെ ചില ഞാൻ എന്റർടൈൻമെന്റ്, ലൈക്ക് അവർക്ക് വേണ്ടി ബോഷ്യ എന്ന എന്റർടൈൻമെന്റ് ഒക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിരുന്നു സ്പോർട്സുകൾ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ്, സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് വാട്ടർ മാനേജ്മെന്റ്, ബിക്കോസ് ചെന്നൈയിൽ ഒരുപാട് വാട്ടർ ഡെഫിസിറ്റ്സ്, വാട്ടർ ക്രൈസിസ് ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് വാട്ടർ മാനേജ് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് യുത്തനേഷ്യയുടെ, എന്താണ് അമ്മുവിന്റെ അഭിപ്രായം യുത്തനേഷ്യയെ കുറിച്ച്. പിന്നെ പോവേർട്ടി നമ്മുടെ കൺട്രീനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, നമ്മുടെ കൺട്രിയുടെ എക്കോണമി എന്താണ്, അതിനെ കുറിച്ച് ജസ്റ്റ് സംസാരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിച്ചുള്ളൂ. ഒരു ഏകദേശം 15 to 20 minutes എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ നമ്മളെ ഒരു സ്ട്രെസ് ഇന്റർവ്യൂ ഒന്നും ആയിരിക്കില്ല. ദേ വിൽ പുട്ട് യു അറ്റ് ഈസ്. വളരെ ജോവിയലായിട്ടാണ് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മളും അതേപോലെ തന്നെ ശാന്തമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. അതായിരുന്നു എന്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. ഹലോ. താങ്ക് യു മാഡം. വളരെ വിശദമായിട്ട് തന്നെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. അടുത്ത ഒരു ചോദ്യം കുട്ടികൾ ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മറ്റൊന്ന്, ലാംഗ്വേജ് ഓപ്ഷണൽ ആയിട്ട് എടുക്കുന്നതിനോട് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? ഒരാൾ പർട്ടിക്കുലർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നതിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കളക്റ്റീവ് ആയിട്ടൊരു ആൻസർ ഇതിന് മാഡം കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ സർ. ഓപ്ഷണലിന്റെ കാര്യമാണെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓപ്ഷണലിൽ വലിയൊരു വെയിറ്റേജ് തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രിലിംസിന്റെ സ്ട്രാറ്റജി ജസ്റ്റ് എങ്ങനെയാ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പ്രിലിംസ് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. അതിന്റെ മാർക്സ് കൺസിഡർ ചെയ്യില്ല നിങ്ങളുടെ റാങ്കിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ പ്രിലിംസിന്റെ മാർക്സ് കൺസിഡർ ചെയ്യില്ല. മെയിൻസും ഇന്റർവ്യൂവുമാണ് നമുക്ക് മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ മെയിൻസിൽ ഏറ്റവും വലിയൊരു വെയിറ്റേജ് എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്.
നിങ്ങൾക്ക് 2 പേപ്പർ ഉണ്ടാവും. 2 പേപ്പറാണ് എഴുതേണ്ടത്. സോ രണ്ടും എന്റെ ആണെങ്കിൽ ജോഗ്രഫി ആയിരുന്നു. അപ്പൊ ജോഗ്രഫി പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ള ഒരു സബ്ജക്ട് അത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഒരു ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇപ്പൊ നോക്കാം. ഫസ്റ്റ് തിങ് ഇസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് എല്ലാ ഓപ്ഷണൽ സബ്ജക്ട്സിന്റെയും സിലബസ് നമ്മുടെ PDF, അതായത് ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ തന്നെ കാണും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇന്റർനെറ്റിൽ ഗൂഗിൾ ചെയ്ത് റെഫർ ചെയ്താലും മതി. സിവിൽ സർവീസസിന്റെ സിലബസ് എന്താണ് എന്ന് ജസ്റ്റ് റെഫർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ ആദ്യം തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ BA എക്കണോമിക്സ് എന്താണ് MA ലിറ്ററേച്ചറോ BA ലിറ്ററേച്ചറോ ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ലിറ്ററേച്ചർ എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ സിലബസ് നോക്കിയിട്ട് വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷണൽ സബ്ജക്ട് തന്നെ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. സെക്കൻഡ് വെയിറ്റേജ് കൊടുക്കേണ്ടത് മെറ്റീരിയൽ അവൈലബിലിറ്റി. മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം. അതായത് ചില സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ടാവും, അത് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. സിലബസിന് അനുസരിച്ച് ബുക്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എൻക്വയർ ചെയ്യാം, സീനിയേഴ്സുമായിട്ട് എൻക്വയർ ചെയ്യാം, അല്ലെങ്കിൽ CSE ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സുമായിട്ട് എൻക്വയർ ചെയ്യുക. ഇപ്പൊ ഇന്ന സബ്ജക്റ്റിന് എന്ത് ബുക്സ്, ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ ഏത് ബുക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മാത്സ് ആണെങ്കിൽ ഏത് ബുക്കായിരിക്കും, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതുപോലെ. സോ അങ്ങനെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കും. ആൻഡ് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഈ ബുക്സ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് ജസ്റ്റ് എൻഷ്യൂർ ചെയ്യാം. അതല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങാം, ഡൗൺലോഡ് ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. തേർഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, മെന്റർ. ഇപ്പൊ മെന്റർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഹു ക്യാൻ ഗൈഡ് യു. അത് ഒരു നല്ല ടീച്ചർ ആവാം ആ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാം, നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഫ്രണ്ട് ആവാം, സിവിൽ സർവീസസിൽ ഓപ്ഷണലിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു ക്ലിയർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആവാം ഹു ഹാസ് ദ സെയിം ഓപ്ഷണൽ സബ്ജക്ട്. അവര് ജസ്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ എന്തായാലും ആവശ്യമാണ്. ആൻഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എഴുതിയിട്ട്, ടെസ്റ്റ് എഴുതിയിട്ട് ഈ മെന്ററിന് കാണിച്ചു കൊടുക്കാം. സോ ദാറ്റ് അത് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഈ മെന്റർ നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മുടെ ആദ്യത്തെ ഒക്കെ ടെസ്റ്റുകൾ അത്ര നന്നായി ചെയ്യണം എന്നില്ല. അപ്പൊ മെന്റർ ഓരോ ഇൻപുട്സ് തരുമ്പോൾ അത് നമുക്ക് നല്ലപോലെ പിന്നീട് ഇംപ്രൂവ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, സെക്കൻഡ് വൺ മെറ്റീരിയൽ അവൈലബിലിറ്റി, തേർഡ് വൺ ഒരു ഗുഡ് മെന്റർ. ഈ 3 നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ചെന്നൈയിലോട്ടോ ഡൽഹിയിലോട്ടോ ഒന്നും പോകേണ്ട കാര്യമില്ല. വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. ബിക്കോസ് എല്ലാം ഇപ്പൊ ഡിജിറ്റൽ ആണല്ലോ. അപ്പൊ മെറ്റീരിയൽ ഒക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ഈ 3 ഫാക്ടേഴ്സ് എപ്പോഴും നോക്കുക. പിന്നെ ലാംഗ്വേജിന്റെ കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ എടുക്കുന്ന ആൾക്കാർ. ഇപ്പോ ഒന്നും അങ്ങനെ ഗോയിങ് ബിഹൈൻഡ് ദ പോപ്പുലർ സബ്ജക്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ സബ്ജക്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ബിക്കോസ് ഈ 3 ഫാക്ടേഴ്സ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. നിങ്ങളുടെ ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പറ്റിയ, നിങ്ങളെ മെന്റർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ടീച്ചർ നിങ്ങളുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ല സബ്ജക്റ്റ് ആണ്. ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ അഹെഡ് വിത്ത് ഇംഗ്ലീഷ്. താങ്ക് യു മാഡം. വളരെ വിശദമായിട്ട് തന്നെ ഓപ്ഷണലിനെ കുറിച്ച് സംസാരിച്ചു. മറ്റൊരു ചോദ്യം, മാഡം ഇന്ത്യൻ ലാംഗ്വേജ് ഏതാണ് ചൂസ് ചെയ്തത്? കമ്പൽസറി ലാംഗ്വേജ് ഏതാണ് ചൂസ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഞാൻ കമ്പൽസറി ലാംഗ്വേജ് മലയാളം തന്നെയായിരുന്നു. കാരണം
ഞാൻ 11th 12th ഒക്കെ ചെന്നൈയിലാണ് ചെയ്തത്. എങ്കിലും എന്റെ ലാംഗ്വേജ് മലയാളമായിരുന്നു. ഞാനൊരു മലയാളി സ്കൂളിലാണ് പഠിച്ചത്, ആശാൻ മെമ്മോറിയൽ സ്കൂളിലാണ് പഠിച്ചത്. സോ അവിടെ മലയാളം ഒരു ലാംഗ്വേജ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തമിഴ് ബോർഡിൽ മലയാളം ലാംഗ്വേജും അലൗഡ് ആണ്. സോ എനിക്ക് മലയാളം ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. സോ അങ്ങനെ മലയാളം തന്നെയാണ് ഞാൻ എടുത്തത്. പിന്നെ അതിന് വലിയ രീതിയിൽ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പേപ്പർ, ഇപ്പോ നിങ്ങൾക്ക് മെയിൻസ് അടുക്കും തോറും നിങ്ങൾ ഒരു 10 ദിവസം നല്ലപോലെ ന്യൂസ് പേപ്പർ, മലയാളം ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. പിന്നെ ജസ്റ്റ് ട്രൈ ചെയ്യാം ചില ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള പാരഗ്രാഫ്സ് ഒക്കെ, അതായത് കോംപ്രിഹെൻഷൻ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക മലയാളത്തിലേക്ക്, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ അതൊക്കെയാണ് മേജർ ആയിട്ട് ആ ഒരു പേപ്പറിൽ ചോദിക്കുന്നത്. ട്രാൻസ്ലേഷൻ ഉണ്ടാവും, പിന്നെ ഒരു എസ്സേ എഴുതേണ്ടി വരും, പിന്നെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ഒരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ഒരു ട്രാൻസ്ലേഷൻ, ഈ 2 ഇതുണ്ടാവും. അതല്ലാതെ ഒരു എസ്സേ ഉണ്ടാവും. പിന്നെ എന്താണ്, കോംപ്രിഹെൻഷൻ ഉണ്ടാവും. അതായത് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പാസേജ് ബേസ്ഡ് ആയിട്ട് ആൻസേഴ്സ് എഴുതണം. പിന്നെ കുറച്ച് ഗ്രാമർ ഉണ്ടാവും. അത് ജസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിപ്പോയാൽ തന്നെ മതിയാവും. അപ്പൊ എസ്സേ മാത്രം ജസ്റ്റ് എങ്ങനെയാണ് എഴുതുക ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അത്രമാത്രം ചെയ്താൽ മതി. അതിന് വലിയ ഒരു പ്രിപ്പറേഷന്റെ ഒന്നും ആവശ്യമില്ല. മേ ബി ഒരു 10 ദിവസം ഹാഫ് ആൻ അവർ അലൊക്കേറ്റ് ചെയ്താൽ അത് ശരിയാവും. അതങ്ങനെ ശരിയാക്കാനുള്ളതേ ഉള്ളൂ. വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. താങ്ക് യു മാഡം. കമ്പൽസറി മലയാളത്തിന് നിങ്ങൾക്ക് ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, അത് ആമസോണിൽ കിട്ടും. ആ ഒരു പുസ്തകം മാത്രമേ മാർക്കറ്റിൽ ലഭ്യമുള്ളൂ എന്ന് കരുതുന്നു. അപ്പൊ ആ പുസ്തകത്തിലും ഈ പറഞ്ഞതുപോലെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. മറ്റൊരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, അത് എനിക്ക് ആക്ച്വലി ബുദ്ധിമുട്ടായിരുന്നു ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത് നല്ല ഒരു കാര്യമാണ്. ബുക്കിൽ ഇപ്പൊ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ഈസിയർ ആണ്, എളുപ്പമുണ്ട്. ഇവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്, ഗ്രാമർ പാർട്ട് ഒക്കെ വരുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അടുത്ത ഒരു ചോദ്യം, മാഡം പ്രിപ്പറേഷൻ സമയത്ത് നടത്തിയ മിസ്റ്റേക്സ് എന്തൊക്കെയായിരുന്നു? അപ്പൊ ആ മിസ്റ്റേക്സ് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഈ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമായിരിക്കും. അതുകൊണ്ടാണ് അവര് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എപ്പോഴും നമ്മൾ സിവിൽ സർവീസസ് പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മിസ്റ്റേക്സിൽ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നെഗറ്റീവ്സ് എന്താണ്, അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ലെസൺ. അപ്പൊ എനിക്ക് ഏറ്റവും പ്രോബ്ലംസ് ഞാൻ എൻകൗണ്ടർ ചെയ്തത് മെയിൻസിലാണ്. എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ റൈറ്റിംഗ് സ്പീഡാണ്. ഒരു മെയിൻസിന്റെ എക്സാം നോക്കുകയാണെങ്കിൽ നമ്മൾ 3 മണിക്കൂറിനുള്ളിൽ വേണം 20 ക്വസ്റ്റ്യൻസ് എഴുതാൻ. 20 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കും, പിന്നെ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസിന് 15 മാർക്കും, അങ്ങനെയാണ്. സോ 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് 2 പേജ് എഴുതേണ്ടി വരും. 15 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് 3 പേജ് എഴുതേണ്ടി വരും. ഒന്ന് ഇമാജിൻ ചെയ്തേ, 3 മണിക്കൂറിൽ ഇത്രയും 20 ക്വസ്റ്റ്യൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ടാസ്ക് ആണ്. കാരണം എനിക്ക് റൈറ്റിംഗ് സ്പീഡ് ഭയങ്കര സ്ലോ ആയിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച കാര്യമാണ്. അപ്പൊ അത് ഞാൻ ആക്ച്വലി അതിനെ ഞാൻ ഇഗ്നോർ ചെയ്തു. എന്റെ ഇനീഷ്യൽ അറ്റംപ്റ്റ്സിലൊക്കെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഞാൻ കരുതി ഓക്കെ നമ്മള് ജസ്റ്റ് നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങ് പ്രാക്ടീസ് ആയിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് റൈറ്റിംഗ് സ്പീഡ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഡെയിലി ബേസിസിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പ്രാക്ടീസ് ചെയ്താൽ ഒരു ടൈം ഫിക്സ് ചെയ്യാം. ഒരു മണിക്കൂറിന് ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് എഴുതും, അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ ഞാൻ 8 ക്വസ്റ്റ്യൻസ് എഴുതും എന്ന് ടാർഗറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് അത് അതേ പേജ്, ദാറ്റ് ഇസ് ഇപ്പോൾ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സൈഡ് തന്നെ നിങ്ങൾ എഴുതി നോക്കി ട്രൈ ചെയ്യുക. സോ അങ്ങനെ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ് മീ ഇൻ ഗെയിനിങ് മൈ സ്പീഡ്. അതാണ് എന്റെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് കണ്ടന്റ് മാത്രമാണ് എപ്പോഴും എഴുതാൻ ശ്രമിച്ചിരുന്നത്.
അതല്ലാതെ അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, പ്രസന്റേഷൻ, അതായത് നമുക്കൊരു മെയിൻസിൽ നമ്മൾ കണ്ടന്റ് എഴുതുമ്പോൾ ഗ്രാഫുകള്, പിന്നെ കുറച്ച് ആർട്ടിക്കിൾസ്, ഡയഗ്രാംസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതൊന്നും ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. അപ്പൊ അതിൽ നമ്മൾ ചുമ്മാ ഒരു നോവൽ എങ്ങനെയാണ് കാണുക ബുക്സിൽ, അപ്പൊ അതുപോലെ എഴുതിയാൽ അത്ര ഒരു ബോറിംഗ് ആയിട്ട് തോന്നും കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്. സോ ഡെഫിനറ്റ്ലി കുറച്ച് ഒരു പ്രസന്റേഷൻ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്താൽ അത് കുറച്ചും കൂടെ കാണാൻ അപ്പീലിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടെ വേറെ വേറെ സോഴ്സസ്, ജസ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രമല്ലാതെ ചില റിപ്പോർട്ട്സ് അതൊക്കെ വായിച്ച് അതിൽ നിന്ന് എന്തൊക്കെ ഡയഗ്രാംസ് ഒക്കെ എനിക്ക് പേപ്പറിൽ യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ച് അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഭംഗിയാക്കി എന്റെ പ്രസന്റേഷൻ. ഈ 2 പ്രോബ്ലംസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ മാർക്സും ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. അതും കുറച്ച് സ്ലോ ആയിരുന്നു. ലൈക്ക് എന്റെ ഒരു 3rd അറ്റംപ്റ്റ് തൊട്ടാണ് എനിക്ക് ഇംപ്രൂവ്മെന്റ് കാണാൻ തുടങ്ങിയത്. ആൻഡ് സ്ലോലി ഐ സ്റ്റാർട്ടഡ് ഗെയിനിങ് ഇറ്റ്. ഇത് 2 ആയിരുന്നു എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പ്രാക്ടീസ് കുറവായിരുന്നു. പിന്നെ പ്രസന്റേഷനിൽ ഞാൻ ജസ്റ്റ് കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തു, മറ്റു കാര്യങ്ങൾ അധികം ഞാൻ ഫോക്കസ് ചെയ്തില്ല. ഇത് 2 റെക്ടിഫൈ ചെയ്തപ്പോൾ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് വരാൻ തുടങ്ങി. താങ്ക് യു മാഡം. വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മളുടെ ഓരോ കാര്യങ്ങളും കുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാർത്തിക മാഡം, നമ്മളുടെ സമയം എത്ര സമയമാണ് നമുക്കുള്ളത്? കാർത്തിക മാഡം. സർ, നമുക്ക് 1 hour ടോട്ടൽ ഉണ്ട്. 3:30 വരെ എടുക്കാം. അമ്മ മാഡത്തിന്റെ സൗകര്യം നോക്കിയിട്ട്. ഓ, തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് അവസാന ഘട്ടങ്ങളിലെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. സിലബസ് വളരെ വാസ്റ്റ് ആണല്ലോ, അപ്പോൾ റിവിഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം ഓപ്ഷണലിനെ കുറിച്ചാണ്. അത് എക്കണോമിക്സ് ഒരു നല്ല ഓപ്ഷണലാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗുരും ഷിച്ചിത്ത കറക്റ്റ് ആണെന്ന് തോന്നുന്നു എന്റെ പ്രൊനൗൺസിയേഷൻ. ഇപ്പോ പറഞ്ഞതുപോലെ വാസ്റ്റ് ആണ്. ഇപ്പൊ മെയിൻസിന്റെ കാര്യമാണെങ്കിലും ശരി, പ്രിലിംസിന്റെ കാര്യമാണെങ്കിലും ശരി, വാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ചിലർക്ക് അത്ര റിവിഷൻ ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് വളരെ നല്ല മെമ്മറി പവർ ഉണ്ടാവും. പക്ഷെ എന്നാലും ഐ വുഡ് റെക്കമെൻഡ് ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് റിവിഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ടാർഗറ്റ് വെക്കുക. ഇപ്പൊ നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് അല്ലേ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് വളരെ വിഗറസ് ആയി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയം തൊട്ട് ഒരു 1 വീക്ക് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു അത് വീക്കെൻഡ്സ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഡെയിലി എന്തൊക്കെയാണ് ആ ഒരു ദിവസം നിങ്ങൾ പഠിച്ചത് അതും ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ദെൻ യു ഗോ ഫോർ സ്ലീപ്പ്. അതൊരു ഹാബിറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി. നമ്മൾ എങ്ങനെയാ മോർണിംഗ് ബ്രഷ് ചെയ്യുന്നത്, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു അത് ജസ്റ്റ് ഒന്ന് റീകളക്ട്. ബുക്സ് ഒന്നും എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഒരു 20 minutes ഒന്ന് റിവൈസ് ചെയ്തിട്ട് കിടക്കുക. അപ്പൊ നിങ്ങൾക്കൊരു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു വിമിഷ്ടം ഉണ്ടാവും, ഉറക്കമൊന്നും വരില്ല. ആ രീതിയിൽ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. പിന്നെ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് അന്നത്തെ വീക്ക് എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. എപ്പോഴും ഒരു ഷെഡ്യൂൾ ഇട്ടിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വളരെ നല്ല എന്താ പറയാ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകും. വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും ടാർഗറ്റ് വെച്ച് ചെയ്താൽ. അപ്പൊ നിങ്ങളുടെ ഡേ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ഒരു 3 മണിക്കൂർ ഞാൻ ഈ സബ്ജക്ട് പഠിക്കും, 2 മണിക്കൂർ ഞാൻ ഈ സബ്ജക്ട് പഠിക്കും. അങ്ങനെ ഡെയിലി എന്തൊക്കെ ചെയ്യണോ അത് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഇട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വീക്കെൻഡ്സ് നിങ്ങൾക്ക് അന്നത്തെ വീക്ക് എന്തൊക്കെയാണോ പഠിച്ചത് അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, ഒരു ടെസ്റ്റ് ചെയ്യാം. വീക്കെൻഡ്സ് ഞാൻ സാധാരണ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. ഞാൻ ടെസ്റ്റിന് കൂടുതൽ സമയം ഫോക്കസ് ചെയ്യും, റിവിഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, 24 മണിക്കൂറും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ
ടാർഗറ്റ് വെച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഇത് തീർക്കണം എന്ന് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങൾ ഒരു 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരുന്നാല് വളരെ ടയേർഡ് ആവും, നിങ്ങൾക്ക് വെറുപ്പ് തോന്നും സബ്ജക്ട്സിനോട്. അപ്പൊ അത് ഒരിക്കലും ചെയ്യരുത്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്രേക്സ് വേണം. പിന്നെ നല്ലൊരു ഹോബി പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിലും ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് പാട്ടോ അല്ലെങ്കിൽ ഡാൻസിനോ ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനും കുറച്ച് സമയം കണ്ടെത്താവുന്നതാണ്. അത് നിങ്ങളുടെ മൈൻഡിനെ ഫ്രഷൻ ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾ ഗ്യാപ്പ് എടുത്ത് പഠിച്ചാൽ മതി. അല്ലാതെ ഹോൾ ടൈം സ്റ്റഡീസ് എന്നുള്ള ആ ഒരു മോഡിൽ പോയാൽ വളരെ ബുദ്ധിമുട്ടാവും. സോ അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് സമയം ഫാമിലി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഫ്രണ്ട്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്താം. ഞാൻ ഒരിക്കലും പറയില്ല സോഷ്യൽ മീഡിയ ഒക്കെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ പ്രിപ്പറേഷന് പോലും വളരെ ഹെൽപ്ഫുൾ ആണ് സോഷ്യൽ മീഡിയ. എസ്പെഷ്യലി വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്. ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ മറ്റു കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാം. ആൻഡ് പിന്നെ നമ്മൾ ഇന്റർനെറ്റ് ഒരുപാട് റെഫർ ചെയ്യാം, നമുക്ക് പ്രിലിംസിനാണെങ്കിലും ശരി മെയിൻസിനാണെങ്കിലും ശരി ഓരോ സബ്ജക്ട്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും. പക്ഷെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിനു വേണ്ടി മാത്രം ഒരു ടൈം കണ്ടെത്തുക. നിങ്ങൾ ഇങ്ങനെ ഒരു ടൈം വെക്കുക, ഞാൻ രാത്രി ഒരു 9 to 10 മാത്രമേ സോഷ്യൽ മീഡിയ നോക്കുള്ളൂ എന്ന ഒരു ടൈം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. മറ്റു സമയമൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യരുത്, എന്നാൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. സോ അങ്ങനെ ഒരു സമയം മാത്രം നിങ്ങൾ അലക്കേറ്റ് ചെയ്ത് വെച്ചാൽ മതി. സോ ഇങ്ങനെ ഒരു ടൈം ടേബിൾ പ്രകാരം ചെയ്ത് പോവുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കും, ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും. താങ്ക് യു മാഡം. മറ്റൊരു ചോദ്യം, റീഡിംഗ് ഹാബിറ്റ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം സിവിൽ സർവീസിന് ധാരാളം പുസ്തകങ്ങൾ വായിക്കണമല്ലോ എന്നുള്ളതാണ്. റീഡിംഗ് ഞാൻ അങ്ങനെ വലിയൊരു ബുക്സ് റീഡിങ് എന്റെ ഒരു വലിയ ഹോബി ഒന്നും ആയിരുന്നില്ല. കുറച്ചും കൂടെ പാട്ടും ഡാൻസും അങ്ങനത്തെ ഫീൽഡ്സ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. ഇപ്പൊ വായന അത്ര ഒരു വലിയ ഇതായിരുന്നില്ല. എങ്കിൽ പോലും ഈ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ എന്ന രീതിയിൽ ഞാൻ വായിക്കാറുണ്ട്, സ്കൂളിലാണെങ്കിലും ശരി കോളേജിലാണെങ്കിലും ശരി. അപ്പൊ അതേ ഒരു മെന്റാലിറ്റിയാണ് ഞാൻ സിവിൽ സർവീസസിനും ഓപ്റ്റ് ചെയ്തത്. പിന്നെ വായനാശീലം അങ്ങനെ ആവശ്യമാണ് എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളിപ്പോ ഒരു ബുക്ക് നോവൽ വായിക്കുന്നതും നമ്മുടെ സിവിൽ സർവീസസിലെ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കുന്നതിനും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സിവിൽ സർവീസസിന്റെ ഏതെങ്കിലും ഒരു ലക്ഷ്മികാന്തോ അങ്ങനെയുള്ള ബുക്സ് വായിക്കുമ്പോൾ നമ്മൾ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വായിക്കുക. ഏതാണ് ഇനി ഇത് വായിക്കുമ്പോൾ ഇതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആവൂ എന്നൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഒരു നോവലോ മറ്റും വായിക്കുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ആണ് നമ്മൾ വായിക്കുക. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ വായനാശീലം വേണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നിങ്ങളുടെ ഹോബി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെർസ്യൂ ചെയ്യാം. പക്ഷെ ഇതിന് ഏറ്റവും ആവശ്യമുള്ളത് നമ്മള് ബുക്സ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. ആൻഡ് പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് അത് റിവൈസ് ചെയ്യുക. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ വായനാശീലം എന്നുള്ളത് ഒരു ഹോബി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് വായിക്കാം. ലൈക്ക് പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ അതൊരു റിലാക്സ്ഡ് ഫീലിംഗ് തരും. ചിലർക്ക് റിലാക്സ്ഡ് ഫീലിംഗ് ആയിരിക്കില്ല ബുക്ക് റീഡിംഗ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ ഇപ്പോ കോളേജിലും സ്കൂളിലും ഒക്കെ എങ്ങനെയാണോ ബുക്സ് പഠിക്കുന്നത് വായിക്കുന്നത് എക്സാംസിന് വേണ്ടി, അതേ മോഡ് ഓഫ് പ്രിപ്പറേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. സിവിൽ സർവീസസിനും അതേപോലെയാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മോക്ക്, അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, പിന്നെ ചില റിപ്പോർട്ട്സ് വായിക്കുക. ഇപ്പൊ ഗവൺമെന്റിന്റെ തന്നെ റിപ്പോർട്ട്സ് ഉണ്ടാവും, നീതി ആയോഗിന്റെ റിപ്പോർട്ട് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ, അങ്ങനെ പല റിപ്പോർട്ട്സും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മെയിൻ സ്ട്രീം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
നിങ്ങളുടെ മെന്റേഴ്സ് പറയുന്നതായിരിക്കും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് റിപ്പോർട്ട്സ്. അതൊക്കെ വായിക്കാം, അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവാം. പിന്നെ വായിക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറെ യൂട്യൂബിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഏത് ഓപ്ഷനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വായിച്ചു പോകണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് കേട്ട് അങ്ങനെ ലിസൺ ചെയ്യണോ, അങ്ങനെ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഫ്ലെക്സിബിൾ ആണ് ഇപ്പോൾ. താങ്ക് യു മാഡം. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. അമ്മു മാഡവുമായിട്ടുള്ള ഓൾ ഇന്ത്യ 141 റാങ്ക് എന്ന് പറയുമ്പോൾ മുൻനിരയിലുള്ള റാങ്ക് നേടിയ ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. അടുത്ത ഒരു ചോദ്യം ഇവർ ചോദിച്ചിരിക്കുന്നത്, സിവിൽ സർവൻസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു IRS ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നതിനെ കുറിച്ച് കൂടി മാഡം ഒന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ്. കാരണം IAS IPS ഒക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, മറ്റു സർവീസുകളെ കുറിച്ച് കുട്ടികൾക്ക് പൊതുവായ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ അത് ഒന്ന് കുട്ടികൾക്ക് ഒന്ന് പങ്കുവെക്കാം. അത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, സിവിൽ സർവീസസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിനിമയിൽ കാണുന്ന 2 സർവീസസിനെ കുറിച്ച് നമ്മുടെ മൈൻഡിൽ വരാറുണ്ട് അല്ലെ. ഒന്ന് IAS ആണ്, മറ്റേത് IPS ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2 സർവീസസ് എപ്പോഴും മൈൻഡിൽ വരുന്നത് അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്നത്? കാരണം അവര് പബ്ലിക്കുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്ന സർവീസസ് ആണ്. ഇപ്പം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കലക്ടറിനെയാണ് ചെന്ന് കാണുക, മേജർ ആയിട്ട് എന്തെങ്കിലും ഒരു സ്കീംസിന്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതേപോലെ നമുക്ക് ലോ ആൻഡ് ഓർഡറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു പോലീസ് ASPയോ SPയോ അല്ലെങ്കിൽ മറ്റ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പോലീസും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിനെ കുറിച്ച് ഒരു വകയിൽ നമുക്ക് അറിയാം. പക്ഷെ ഇത് കൂടാതെ 10-22 സർവീസസ് വേറെ ഉണ്ട്. സെൻട്രൽ സർവീസസ് എന്ന് പറയും. IPSഉം IASഉം ഓൾ ഇന്ത്യ സർവീസസ് ആണ്, കാഡർ ബേസ്ഡ് ആണ്. അവര് ഒരു സ്റ്റേറ്റിൽ മാത്രം സെർവ് ചെയ്യുന്നവരാണ്. എന്നാൽ സെൻട്രൽ സർവീസസ് എന്ന് പറയുമ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവും. ക്ലാസ് 1 ഓഫീസേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. സോ അത് ഒരുപാട് സർവീസസ് ഉണ്ട്. അതിൽ വരുന്ന ഒരു സർവീസ് ആണ് ഇന്ത്യൻ റവന്യൂ സർവീസ്. ഇന്ത്യൻ റവന്യൂ സർവീസിൽ തന്നെ 2 ഡിവിഷൻ ഉണ്ട്. ഒന്ന് ഇൻകം ടാക്സ് ഉണ്ട്, അതല്ലാതെ കസ്റ്റംസും ഉണ്ട്. എനിക്ക് കിട്ടിയത് ഇൻകം ടാക്സ് ആണ്. എന്റെ പ്രിഫേർഡ് സർവീസും ഇൻകം ടാക്സ് ആയിരുന്നു. അപ്പം ഇത് എന്താണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എക്സാംസിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻകം എങ്ങനെയാണ് ടാക്സ്, ഓരോ വ്യക്തികളുടെയും ടാക്സ് എത്രത്തോളം കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കുന്നു എന്ന് അസസ് ചെയ്യുന്നതാണ് ഒരു ഇൻകം ടാക്സ് ഓഫീസറിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതൊരു സാധാരണ ആളുകൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പേടിയാണ് അല്ലെ, അങ്ങനെയാണ് കാണുന്നത്. ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് കാണില്ല. ഇപ്പൊ ഒരു IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ സാധാരണ നമ്മള് ഒരുപാട് റെസ്പെക്ട് ചെയ്യും, അവരോട് ഒരു ഭയം ഉണ്ടാവില്ല. പക്ഷെ ഒരു IPS ഓഫീസർ അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നമുക്കൊരു പേടിയാണ്. പക്ഷെ അങ്ങനെ പേടിയോടെ കാണേണ്ട കാര്യമില്ല. കാരണം അവര് മെയിൻ ആയിട്ട് നമ്മളെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് ആക്ച്വലി അവരുടെ ഒരു ഇന്റൻഷൻ ഇൻകം ടാക്സ് ഓഫീസേഴ്സിന്റെ. കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ടാക്സ് അടയ്ക്കാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഗ്രീവൻസസ് ഒക്കെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഇൻകം ടാക്സ് ഓഫീസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതല്ലാതെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പൊസിഷനാണ്. ലൈക്ക് നമുക്ക് സൊസൈറ്റി തരുന്ന ഒരു പൊസിഷൻ നല്ലതാണ്. പിന്നെ ഒരുപാട് കോർപ്പറേറ്റ്സ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. ഒരു നല്ല ഹൈ പൊസിഷനിലുള്ള ഇപ്പൊ ഒരു IAM അല്ലെങ്കിൽ MBA ഒക്കെ ചെയ്ത് ആളുകളായിരിക്കും, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും ടാക്സ് അസസ്മെന്റ്സ് ഒക്കെ ഒരുപാട് കമ്പനീസിന് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത്. സോ അവരുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും, അവരുമായിട്ട് സംസാരിക്കേണ്ടി വരും, അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്ത്യയുടെ ഒരു എക്കോണമി എന്ന് പറയുന്നത് കൂടുതലും എന്താണ് നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടുന്നത് അത് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോ റവന്യൂ സർവീസ് ഓഫീസേഴ്സിന് ഒരു വലിയ പങ്ക് തന്നെയുണ്ട് ഈ ഒരു എക്കണോമിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്.
അതും അതും കുറച്ചും കൂടെ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇന്ത്യൻ റവന്യൂ സർവീസിനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. പല പല ഇമ്പോർട്ടന്റ് പൊസിഷൻസിലേക്ക് റവന്യൂ സർവീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് റവന്യൂ സർവീസസിലുള്ളത്. അതുപോലെ തന്നെ വേറെയും നല്ല നല്ല സർവീസസ് ഉണ്ട്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട്. ഇത് വളരെ നല്ല സർവീസ് ആണ്. ഒരുപാട് അങ്ങനെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒന്നും ഇല്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർവീസ് ആണ്. അതേപോലെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. പിന്നെ ഡിഫൻസ് അക്കൗണ്ട്സ് ഉണ്ട്, പിന്നെ പോസ്റ്റൽ സർവീസ് ഉണ്ട്. അങ്ങനെ പല സർവീസസും ഉണ്ട്. അപ്പൊ നിങ്ങള് എനിക്ക് എന്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്താൽ പിന്നെ ഒരു 10-30 വർഷം നിങ്ങൾ ആ ഒരു സർവീസിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുക. അപ്പോ ഡെഫിനറ്റ്ലി ജസ്റ്റ് പോപ്പുലാരിറ്റി നോക്കി നിങ്ങൾ ഒരു സർവീസ് ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതിലാണോ അതനുസരിച്ച് ഒരു സർവീസ് ചൂസ് ചെയ്യാം. ഇപ്പൊ ചിലർക്ക് പോലീസ് ആയിരിക്കും ഇഷ്ടം, ലൈക്ക് ലോ ആൻഡ് ഓർഡർ, യൂണിഫോം സർവീസിനോടായിരിക്കും കൂടുതൽ താല്പര്യം, ആൻഡ് ലോ ആൻഡ് ഓർഡർ ലാണ് കൂടുതൽ താല്പര്യം കാണിക്കുക. അപ്പൊ അവര് ഡെഫിനറ്റ്ലി പോലീസ് സർവീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് അക്കൗണ്ടിങ്, ദാറ്റ് ഇസ് കോമേഴ്സ് ഒക്കെ എടുത്തവർക്ക് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്നവർക്ക് അക്കൗണ്ട്സ് അല്ലെങ്കിൽ റവന്യൂവിനെ കുറിച്ചൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ താല്പര്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവര് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, റവന്യൂ സർവീസ് ഉണ്ട്. അങ്ങനെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് ആണ് ഇതൊക്കെ. അപ്പൊ അങ്ങനത്തെ സർവീസസ് ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്താണ് അതുപോലെ നിങ്ങൾ സർവീസസ് ചൂസ് ചെയ്യാം. സർവീസസ്, ഓരോ സർവീസസിനെ കുറിച്ചും നിങ്ങൾക്ക് നല്ല അറിവ് വേണം. ഒരു ഇന്ത്യൻ ട്രേഡ് സർവീസ് ഉണ്ട്, കോർപ്പറേറ്റ് ലോ സർവീസസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ സർവീസ് പ്രിഫറൻസ് കൊടുക്കരുത്. എല്ലാ സർവീസസിനെ കുറിച്ചും നിങ്ങൾ കരിയർ ഗൈഡൻസ് കിട്ടുക. ലൈക്ക് ഓരോ സർവീസസിന്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ് അവരുടെ പെർക്സ്, എന്താണ് അവർ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരുടെ എങ്ങനെയാണ് ട്രാൻസ്ഫർ പോളിസീസ് ഒക്കെ, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഓരോ സർവീസിനും വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും UPSC തരുന്നുണ്ട്. ആരും പറയുന്നില്ല നിങ്ങൾ IPS വേണം ഫസ്റ്റ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ IFS വേണം, IAS വേണം, അങ്ങനെയൊന്നും ആരും ഒരു ലോവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ സർവീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും തന്നെ ഓരോ സർവീസസിനെ കുറിച്ചും നന്നായിട്ട് പഠിച്ചിട്ട് വേണം സർവീസസ് പ്രിഫർ ചെയ്യാൻ. അതെന്റെ ഒരു സജഷനാണ്. താങ്ക് യു മാഡം. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു അത്. അപ്പൊ മാഡം പറഞ്ഞത് ഒരു 30 വർഷത്തോളം നമ്മൾ ഈ സർവീസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് സർവീസിൽ വരണം, സർവീസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മോഡി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സെക്രട്ടറി തലത്തിലേക്ക് പരിഗണിച്ചിട്ടുള്ളത് റെയിൽവേ സർവീസിൽ നിന്നുള്ള ആളുകളെയാണ്. അമ്മ മാഡത്തിന്റെ അമ്മയൊക്കെ ആ സർവീസിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സർവീസുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. നമ്മളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ കഴിഞ്ഞ 1 മണിക്കൂർ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രമുഖ കലാലയമായിട്ടുള്ള SD കോളേജിലെ സിവിൽ സർവീസ് ക്ലബിലെ അംഗങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ വർഷം ഓൾ ഇന്ത്യ 141 റാങ്ക് നേടിയ അമ്മു ജയരാജ് മാഡമാണ്. അപ്പോൾ നമ്മളുടെ ഈ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. മറ്റ് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിനും ഒപ്പം വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന വ്യക്തിയെ ക്ഷണിക്കുന്നതിനുമായിട്ട് ക്ലബിന്റെ സിവിൽ സർവീസ് ക്ലബിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള കാർത്തിക മാഡത്തെ. അമ്മു മാഡം, ഒരുപാട് കുട്ടികൾ ഇപ്പൊ എനിക്ക് വാട്സപ്പിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. കൂടുതലും ഡിഗ്രി സ്റ്റുഡൻസ് ആയതുകൊണ്ടാവാം പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം മാത്രം സീരിയസ് പ്രിപ്പറേഷൻ എന്നുള്ള ആ ഒരു തീരുമാനമുണ്ട് മിക്ക കുട്ടികൾക്കും. അപ്പൊ ആ ഒരു തീരുമാനത്തോടുള്ള മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതോ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഡിവോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയമാണ് കുട്ടികൾക്ക്. അപ്പൊ കുറെ അധികം കുട്ടികൾ ഈ ഒരു സംശയം ഷെയർ ചെയ്തിട്ടുണ്ട്. മാഡം അതിന്റെ ഒരു ഉത്തരം ഒന്ന് കൊടുക്കുമോ അവർക്ക്? അത് നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പൊ ചില കുട്ടികൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ പ്രിപ്പയർ ചെയ്താൽ അറ്റ് ഏർലി ഏജ് തന്നെ സിവിൽ സർവീസസിലേക്ക് കടക്കണം എന്നൊരു ഇന്റൻഷൻ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവര് ഡെഫിനറ്റ്ലി ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും ഏർലി ആയിട്ട് സിവിൽ സർവീസസിൽ കയറണം എന്നുള്ള ഒരു ഇന്റൻഷനിലൂടെ ആയിരിക്കും.
എന്നാൽ നല്ലതാണ്. ലൈക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നല്ല ഒരു ഡിഗ്രി ഉണ്ട്. സോ ദാറ്റ് നമുക്ക് സിവിൽ സർവീസസിന്റെ കൂടെ തന്നെ വേറൊരു പ്രൊഫഷനിലേക്കും എൻറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്ത് സൈമൾട്ടേനിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അതും നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോഴൊന്നും യങ്ങർ ഏജിൽ തന്നെ ക്ലിയർ ചെയ്യണം എന്ന ഒരു ഇന്റൻഷൻ പലർക്കും ഇല്ല. 28, 29 ഇയേഴ്സിലൊക്കെ ക്ലിയർ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ട് ഞാനൊരു അതിൽ പെടുന്ന ഒരാളാണ്. അപ്പോ സീനിയോറിറ്റി അങ്ങനെയൊന്നും നോക്കുന്നില്ല. കയറുന്നുണ്ടോ സിവിൽ സർവീസസിൽ എൻറ്റർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഒരു ചോദ്യം. സോ ഡെഫിനറ്റ്ലി അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നല്ലൊരു ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഒരു ജോബ് ചെയ്ത് സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. എന്റെ അറിവിൽ അങ്ങനെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ജോലി ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവര് വളരെ പെർട്ടിക്കുലർ ആയിട്ട് ടാർഗറ്റ്സ് ഒക്കെ വെച്ച് പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഐ മീൻ ആസ്പിറൻസ് ആയിരുന്നു. ആൻഡ് ക്ലിയർ ചെയ്തിട്ടുമുണ്ട്. സോ അത് നിങ്ങൾക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല. യു ക്യാൻ കംപ്ലീറ്റ് യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് ദെൻ ക്യാരി ഓൺ യുവർ പ്രിപ്പറേഷൻ ഓൾസോ. പക്ഷെ മേ ബി അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കേ അങ്ങനെ എന്തെങ്കിലും, യു ക്യാൻ ബി ഇൻ ടച്ച് വിത്ത് സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ. ദാറ്റ് ഈസ് ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. ചില ടോപ്പേഴ്സ് അവരുടെ എന്തൊക്കെയാണ് ടിപ്സ് അതൊക്കെ ഒന്ന് വീഡിയോസ് കാണുക. പിന്നെ NCERT ബുക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓരോ സബ്ജക്ട്സ് ലൈക്ക് പോളിറ്റിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെയോ ഒക്കെ NCERT ജസ്റ്റ് ഒരു 1 hour ഓരോ ദിവസവും നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾ യു വിൽ ബി ഇൻ ടച്ച് വിത്ത് സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനെ തന്നെ ഫോക്കസ് ചെയ്തോളൂ, പക്ഷെ ആ ഒരു ടച്ച് വിടാതെ അത് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് മാത്രം. അങ്ങനെ ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് മാഡം. അപ്പൊ ആ ഒരു ടിപ്പ് കുട്ടികൾക്ക് എന്താണെങ്കിലും പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പൊ നമ്മളുടെ വോട്ട് ഓഫ് താങ്ക്സ് ഔപചാരികമായിട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഈ ഒരു ഇന്ററാക്ഷൻ. അപ്പൊ അവരിൽ ഒരാൾക്ക് ഒരു ഫീഡ്ബാക്ക് മാഡത്തിനോട് പറയണം എന്നൊരാഗ്രഹം. അപ്പൊ ഞങ്ങളുടെ ക്ലബിലെ തന്നെ മെമ്പറായ ഭവ്യയെ ഞാൻ ക്ഷണിക്കുന്നു. ഭവ്യ ദാസ്. ഭവ്യയുടെ കണക്ഷൻ കിട്ടുന്നില്ല. സോറി ഭാവന. എക്സ്ട്രീംലി സോറി ഭാവന ചന്ദ്രൻ. Okay. Good afternoon, ma'am. Actually, സിവിൽ സർവീസ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ച് കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും മാഡം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നത് പറഞ്ഞു തന്നു. സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ട്സ് അത് ഒരുപാട് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അതിന് ഈ ലൈവ് ഇൻട്രാക്ഷൻ ഒരുപാട് സഹായിച്ചു. മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ മാഡത്തിൻ്റെ പ്രിപ്പറേഷൻസ്, അപ്പോൾ അതൊക്കെ ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് സഹായം ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ മാഡത്തിൻ്റെ വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുന്നു മാം. താങ്ക് യു ഭാവന. താങ്ക് യു സോ മച്ച്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ലൈക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ എന്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ? ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, കുട്ടികളത് നോട്ടീസ് ചെയ്തോളും. ചാറ്റ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അതിൽ ടൈപ്പ് ചെയ്താൽ മതി, പോസ്റ്റ് ചെയ്താൽ മതി, കുട്ടികളത് യൂസ് ചെയ്തോളും. സോ താങ്ക് യു സോ മച്ച് അമ്മു. എന്താണെങ്കിലും മാഡം ഇത്രയും സമയമെടുത്ത് ഒരു മുതിർന്ന സഹോദരിയെ പോലെ ജാടകളൊന്നും ഇല്ലാതെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മളുടെ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ട ടിപ്സ് എല്ലാം കൊടുത്തിരിക്കുകയാണ്. സോ ടു പ്രപ്പോസ് ദി ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ്, ഐ വെൽക്കം ഡോക്ടർ കൃഷ്ണനം, കോർഡിനേറ്റർ ഓഫ് കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ. സർ പ്ലീസ്. Good afternoon to all of you. Good afternoon, Ms. Ammu, Mr. Jobin, Karthika teacher. It's been a pleasure actually. So refreshing to hear from a person who has successfully completed her civil service journey, getting into the journey of civil servant. വളരെ സന്തോഷം തോന്നി. കാരണം ഇതുവരെ സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളും ഫസ്റ്റ് ലെവലിൽ എൻട്രി ലെവലിലുള്ളതും എങ്ങനെ വേണം,
on the way of preparing what to be done. And once you enter into the service, എല്ലാ ആസ്പെക്ട്സിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്കൊക്കെ വളരെ അവരുടെ ലെവലിൽ നിന്ന് പറഞ്ഞു കൊടുത്ത അമ്മു മാഡത്തിന് സ്പെഷ്യൽ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് the Civil Service Club as well as Career Guidance and Placement Cell of SG College. And I'm sure there are many participants who are beyond our college. So on behalf of everyone who have attended this program, let me extend a warm gratitude to all, to Ms. Ammu Jairaj. We wish you all the very success in your civil service journey as well, wherever you're going to be. And the heartening thing for the last decade or so is that there are so many people coming, especially women, getting into civil service and doing extremely well. I couldn't imagine 20 years back, I couldn't see too many people, too many civil servants into the women category. But nowadays, if you look into the civil service category, there are so many women coming up and doing exceptional work. In Alleppey itself, if you look into the last 5 years or so, we have so many good collectors, lady collectors who are exceptionally talented and exceptionally good. So I think all of us who have attended this program, especially on the student side, they have a huge prospect. As she rightly said, if she can achieve this kind of a milestone, I'm sure all of us, if you put in the right thought and effort, all of us will be able to do it. All the best wishes to Ammu Madam. And to Mr. Jobin, thank you for providing us such an opportunity, moderating the whole session. It was wonderful to look into all the questions and connecting all the questions which are relevant and related. I am sure there are many questions which are still unanswered in the chat box, but due to some time constraint, we have to focus on those questions which are very relevant, and I'm sure it has been done. So thank you, Mr. Jobin, for doing this for us. Finally, when we had this request from the student side, Career Guidance Cell got this request from some of the students asking for an interaction with a civil servant on how to prepare, etc. So I approached Srimati Karthika, and she was very quick on her response. Even though she was on a leave, she was very quick to respond and said, we will arrange it. And throughout the session, I think I missed out in between due to some other official commitments, but she has been a great support for this program throughout from the beginning till now. So let me formally extend my thanks to Srimati Karthika as well, and all the participants who have attended this program. The good thing for me, I think we had around 90 on an average. Somewhere at times we had 92, 93, but throughout the time we had somewhere around 80 to 90. So that's a steady crowd which was really interested, which is very rare actually. You will have people coming at the beginning and then leaving in between, but this was kind of a steady attendance, which I think these are real aspirants of civil service. I'm sure all of you would have learned a great deal out of the session. My best wishes as well as thanks to all of you. There's a huge team working behind all the activities in Career Guidance Cell, especially my coordinator, student coordinator Abhidev, and a team of friends who are working day in, day out. Every week this year we have been doing career guidance sessions, even in this COVID situation. So they do all the documentation work, they do all the arrangements. So my special thanks to all of them. So let me, on behalf of SD College, end my remarks with a big thank you to all who have attended and shared their knowledge to this. Thank you very much. Thank you, Ms. Ammu. Thank you, Krishnan sir. So with that, we can wind up the session. Thank you.